you had confirmed that your grand uncle, that is Savarkar, Nathuram Godse, were an active part of the Sangh. നമ്മളിപ്പോ എന്താ കേട്ടത്? 1948 മഹാത്മാഗാന്ധി വധക്കേസിലെ പ്രതികളായ നാഥുറാം ഗോഡ്സെയും ഗോപാൽ ഗോഡ്സെയും RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നുവെന്ന് വിനായക് ദാമോദർ സവർക്കറിന്റെ ബന്ധു പേരക്കുട്ടി സത്യകി സവർക്കർ കോടതിയിൽ മൊഴി നൽകി എന്നാണ് കേട്ടത്. So he was active member of RSS. സവർക്കറുമായും നാഥുറാം ഗോഡ്സെയുമായും ഒരേ സമയം നേരിട്ടുള്ള കുടുംബ ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത്. VD സവർക്കറുടെ അനുജനായ നാരായണ സവർക്കറുടെ മകനാണ് അശോക് സവർക്കർ. ഈ അശോക് സവർക്കറുടെ മകനാണ് സത്യകി സവർക്കർ. അതേസമയം ഗാന്ധി വധക്കേസിലെ പ്രതിയും നാഥുറാം ഗോഡ്സെയുടെ സ്വന്തം സഹോദരനുമായ ഗോപാൽ ഗോഡ്സെയുടെ മകളാണ് ഹിമാനി ഗോഡ്സെ. വിവാഹശേഷം ഹിമാനി സവർക്കറായി. ഈ ഹിമാനി സവർക്കറാണ് സത്യകി സവർക്കറുടെ അമ്മ. എജാതി കുടുംബം ആലോചിച്ച് നോക്കൂ. ചുരുക്കി പറഞ്ഞാൽ ഗോഡ്സെ ഫാമിലിയിലെ പെൺകുട്ടി സവർക്കർ ഫാമിലിയിലെ ആൺകുട്ടിയെ വിവാഹം കഴിച്ചുണ്ടായ പേരക്കുട്ടിയാണ് കോടതിയിൽ മൊഴി നൽകിയത്. അപ്പൊ മൂപ്പർക്ക് ഗോഡ്സെയും തള്ളാൻ വയ്യ, സവർക്കറേയും തള്ളാൻ വയ്യ. അവസാനം ഗതികെട്ട് സത്യം പറഞ്ഞു. ഇനിയിപ്പോ BJPയും സംഘപരിവാറും എന്തു ചെയ്യും? ഇത്രയും നാൾ ഗോഡ്സെയെ പരസ്യമായി തള്ളിപ്പറയുകയും എന്നാൽ സവർക്കറെ വീര സവർക്കറായി വാനോളം പുകഴ്ത്തുകയും ചെയ്തവർക്ക് ഇനി എന്ത് ന്യായം പറയാനുണ്ട്? സ്വന്തം കുടുംബത്തിലെ ആളുകൾ തന്നെ കോടതിയിൽ കയറി വന്നിട്ട് സത്യം വിളിച്ചു പറയുമ്പോ സംഘികൾ ഇനി എന്ത് ചെയ്യും? BJPയുടെ മുന്നിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇറ്റ് ഈസ് ടൈം ടു ഡിസോൺ സവർക്കർ കുടുംബം, അല്ലേ? അല്ലാതെ ഇവർക്ക് ഇനിയിപ്പോ എന്താ ചെയ്യുക? കാരണം സവർക്കറുടെയും ഗോഡ്സെയുടെയും കൊച്ചുമകൻ തന്നെയാണ്. ഗോഡ്സെയുടെ RSS ബന്ധം കോടതിയിൽ വന്ന് പരസ്യമാക്കിയ സ്ഥിതിക്ക് ഇനി സവർക്കറുടെ കുടുംബത്തെ തള്ളിപ്പറയാതെ സംഘപരിവാറിന് രക്ഷയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. വേറെ എന്ത് ന്യായീകരണമാണ് ഇവരുടെ മുന്നിലുള്ളത്? നോക്കൂ, വാജ്പേയി അടക്കം പറഞ്ഞിരുന്നത് ഗോഡ്സെ RSS അല്ലെന്നാണ്. गोडसे RSS का विरोधी था. गोडसे RSS की अखबार में आलोचना कर और गांधी जी की हत्या की जांच हुई और दो बार जांच हुई और सब जांच में निकला कि उसका हत्या से RSS का कोई संबंध नहीं. വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ചരിത്രവാദമുണ്ട്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെക്ക് RSSുമായി യാതൊരു ബന്ധവുമില്ല, അയാൾ പണ്ടേ പ്രസ്ഥാനം വിട്ടുപോയവനാണ് എന്ന്. സംഘപരിവാർ ബുദ്ധിജീവികൾ, വക്താക്കൾ, നേതാക്കൾ ചാനൽ ചർച്ചകളിൽ വന്ന് തൊണ്ട പൊട്ടി വിളിച്ചു പറയാറുള്ള ഈ വാദത്തിന്റെ അടിത്തറയാണ് ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നു തരിപ്പണമായി പോയത്. എവിടെയാണ് ഇത് സംഭവിച്ചത്? ഏതെങ്കിലും ചാനൽ ടെലിവിഷൻ റൂമിലാണോ, പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലാണോ, രാഷ്ട്രീയ പ്രതിവാദങ്ങളിലാണോ? അല്ല, പൂനെയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ. കോടതി രേഖയാണ് ഇനി ഇത് മുതൽ. അത് പറഞ്ഞതാരാണ്? സവർക്കറുടെ സ്വന്തം പേരക്കുട്ടി സത്യകി സവർക്കർ. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ഇത്രയും കാലം ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് കൈ കഴുകാൻ നോക്കിയവർക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് കിട്ടിയ ചെകിട്ടത്തടിയാണ് ഈ സംഭവം. ഇനി സംഘപരിവാർ എന്ത് മറുപടിയാണ് ഇതിന് പറയാൻ പോകുന്നത്? ഈ ഗാന്ധി വധത്തിന് ശേഷം RSS നേരിട്ട ഏറ്റവും വലിയ ആരോപണമാണ് ഗോഡ്സെയുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്ന്. ഗോഡ്സെ RSS വിട്ട ശേഷമാണ് ഗാന്ധിയെ കൊന്നത് എന്നാണ് RSSന്റെ ഔദ്യോഗിക വാദം. അങ്ങനെയാണ് അവരിതിനെ നേരിട്ടുകൊണ്ടിരുന്നത്. ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ പല അഭിമുഖങ്ങളിൽ പറഞ്ഞു, ഞങ്ങൾ RSS വിട്ടില്ല, നാഥുറാം RSSന്റെ ഭൗതിക കാര്യവാഹകായിരുന്നു എന്ന് പറഞ്ഞു. ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായില്ല. പക്ഷെ അന്നൊക്കെ അത് പ്രതിപക്ഷ ആരോപണം അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞിരുന്ന സംഘികൾ ഇപ്പോൾ സവർക്കറുടെ ഒരു കുടുംബാംഗം വന്ന് ഒരു കോടതിയിൽ വെച്ച് സാക്ഷിമൊഴിയായി ഇത് പറയുമ്പോൾ അതിന് നിയമസാധുതയാണ് കൈവരുന്നത്. സംഭവം വളരെ ലളിതമാണ്. രാഹുൽ ഗാന്ധി ലണ്ടനിൽ വെച്ച് സവർക്കറും അദ്ദേഹത്തിന്റെ അനുയായികളും ഗാന്ധി വധത്തിൽ പങ്കാളികളാണെന്ന തരത്തിൽ സംസാരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സവർക്കറുടെ കൊച്ചുമകനായ ഇതേ സത്യകി സവർക്കർ പുനെ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. രാഹുൽ ഗാന്ധി സവർക്കർക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് ഈ കേസ്. ഓഗസ്റ്റ് 17 നടന്ന വിചാരണയിൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലിന്ദ് പവാർ സത്യകിയെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോഴാണ് പ്രത്യേക ജഡ്ജ് അൻമോർ ഷിൻഡെ മുമ്പാകെ ചങ്ക് പിളർക്കുന്ന ഈ സത്യം സത്യകി തന്നെ കോടതിയിൽ തുറന്നു സമ്മതിച്ചത്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ സ്വന്തം സഹോദരനായ ഗോപാൽ ഗോഡ്സെയുടെ മകളാണ് തന്റെ മാതാവെന്ന് സത്യകി കോടതി മുമ്പാകെ സത്യവാങ്മൂലം നൽകി. ഗോഡ്സെ കുടുംബവും സവർക്കർ കുടുംബവും തന്റെ ഉത്ത ബന്ധുക്കളാണെന്നും അദ്ദേഹത്തിന്റെ മൊഴിയിലുണ്ട്. നാഥുറാമിനെ കൂടാതെ ഗോപാലും സവർക്കറും മഹാത്മാഗാന്ധി വധക്കേസിൽ കുറ്റാരോപിതരാണെന്നും സത്യകി കോടതിയിൽ പറയുന്നുണ്ട്. സത്യകിയുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയത് ലൈവ് ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോടതി രേഖകൾ: ഇപ്പറഞ്ഞ കൊലക്കേസിൽ എന്റെ മാതൃപിതാവായ ഗോപാൽ റാവു ഗോഡ്സെയും വിനായക് ഗോഡ്സെയും കുറ്റാരോപിതരായിരുന്നുവെന്നത് സത്യമാണ്. ഡൽഹിയിലെ ബിർള ഹൗസിൽ പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകും വഴി മഹാത്മാഗാന്ധിയുടെ എന്റെ മുത്തച്ഛന്റെ സഹോദരനായ നാഥുറാം ഗോഡ്സെ വെടിവെച്ചു കൊന്നു എന്നത് സത്യമാണ്.
എന്നാൽ വെടിയേറ്റ് വീണ ഗാന്ധിജിയുടെ സമീപത്തേക്ക് 20 മിനിറ്റ് ആരും വരികയോ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായ വോളണ്ടിയർമാർ മൊഴി നൽകി. അതായിരുന്നു അന്നത്തെ സർക്കാരിന് ഗാന്ധിജിയോടുണ്ടായിരുന്ന നിസ്സംഗത. മഹാത്മാഗാന്ധി വധക്കേസിലെ 1-ാം പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് നാഥുറാം ഗോഡ്സെയും 2-ാം പ്രതി നാരായൺ ആപ്തെയും 3-ാം പ്രതി വിഷ്ണു കർക്കറെയും 4-ാം പ്രതി മദൻലാൽ പഹാവ 5-ാം പ്രതി ശങ്കർ കിസ്തയ 6-ാം പ്രതി ഗോപാൽ ഗോഡ്സെ 7-ാം പ്രതി വിനായക് ദാമോദർ സവർക്കർ 8-ാം പ്രതി ഡോക്ടർ VS പർച്ചൂരയുമായിരുന്നു എന്ന് സത്യകി കോടതിയിൽ പറഞ്ഞു. ഈ കുറ്റാരോപിതരിൽ നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഗോപാൽ ഗോഡ്സെയെ ജീവപര്യന്തത്തിന് വിധിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞപ്പോൾ ഗോപാൽ ഗോഡ്സെ പൂനെയിൽ തന്നെ താമസിച്ചു. 35 വർഷം അവിടെ ജീവിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. പൂനെയിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു. സത്യകി കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയതോടെ സത്യകിയുടെ അഭിഭാഷകൻ സൻഗ്രാം കൊഡൽഹഡ്കർ എതിർത്തു വന്നു. ഇതൊന്നും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള മാനനഷ്ട കേസുമായി ബന്ധമില്ല, ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. അക്കാര്യം വിചാരണയിൽ തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് സത്യകി കോടതി മുമ്പാകെ തന്റെ മൊഴി തുടർന്നു. എന്റെ മാതൃപിതാവ് ഗോപാൽ റാവു ഗോഡ്സെയും അദ്ദേഹത്തിന്റെ സഹോദരനായ നാഥുറാം ഗോഡ്സെയും രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ്. 1994 ജനുവരി 28 ഗോപാൽ ഗോഡ്സെ ഫ്രണ്ട് ലൈൻ മാഗസിനിൽ അഭിമുഖം നൽകിയത് എനിക്കറിയില്ല. 44 നാഥുറാം ഗോഡ്സെ ഇന്റലക്ച്വൽ എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. RSSന്റെ 2ാമത്തെ മേധാവിയായ മാധവ് സദാശിവ് ഗോൾവാൾക്കറും ദിഗംബർ ബാഗഡെയും മഹാത്മാഗാന്ധി വധക്കേസിൽ കുറ്റാരോപിതരായിരുന്നു എന്ന കാര്യം എനിക്കറിയില്ല. 1948 ജനുവരി 3 ദിഗംബർ ബാഗഡയെ മഹാത്മാഗാന്ധി വധക്കേസിൽ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കാര്യം എനിക്കറിയില്ല. മഹാത്മാഗാന്ധി വധക്കേസിൽ ദിഗംബർ ബാഗ്ഡെ മാപ്പുസാക്ഷിയാവാൻ തയ്യാറായ കാര്യം എനിക്കറിയില്ല. നാഥുറാം ഗോഡ്സെ ഹിന്ദു മഹാസഭ എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായിരുന്നു എന്ന് സത്യമാണ്. സത്യകിയുടെ അഭിഭാഷകൻ വീണ്ടും എതിർപ്പുമായി വന്നു. എന്താണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലിന്ദ് പവാർ ചോദിച്ച ചോദ്യങ്ങൾ മഹാത്മാഗാന്ധിയുടെ വധവും RSSുമായി ബന്ധപ്പെട്ടതാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ കേസുമായി എന്ത് ബന്ധം? രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ക്രിമിനൽ മാനനഷ്ട കേസുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് പിന്നെയും വാദിച്ചു. അപ്പൊ ഈ ഒബ്ജക്ഷൻ അന്തിമ തീരുമാനത്തിൽ അവസാനം പരിഗണിക്കാൻ ക്രോസ് വിസ്താരം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞു. തന്റെ ഭാര്യയും മാതൃപിതാവും ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരാണ്, അതിപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് സത്യകി കോടതിക്ക് മുമ്പാകെ മൊഴി നൽകി. ആൻഡമാൻ ജയിലിൽ നിന്നും വന്നതിന് ശേഷം 1935 മുതൽ 43 വരെ സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നുവെന്നും സത്യകി കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു. സത്യകിയുടെ ക്രോസ് വിസ്താരം സെപ്റ്റംബർ 1 ഇനിയും തുടരും. അപ്പൊ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കണമെന്ന് സത്യകി സവർക്കറിന്റെ അഭിഭാഷകൻ മുഖാന്തരം കോടതിയിൽ അപേക്ഷ നൽകി. വിചാരണ തന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടത്തുന്നത് പോലെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്ന അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നൊക്കെ ഹർജിയിൽ വലിയ പരാതിയൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. പൂനെ നാഥുറാം ഗോഡ്സെയുടെ ജന്മനാടായതുകൊണ്ട് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മുമ്പ് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവായ അദ്ദേഹം ഓഗസ്റ്റ് 22 പൂനെയിൽ ഒരു യോഗത്തിന് എത്തുന്നുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ഈ ഹർജിയെ രാഹുലിന്റെ അഭിഭാഷകൻ എതിർത്തെങ്കിലും കോടതി സത്യകിക്ക് പറയാനുള്ളതൊക്കെ അദ്ദേഹം പറയട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹർജി സ്വീകരിക്കുകയും ചെയ്തു. ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾ ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. രാഹുൽ ഗാന്ധി VD സവർക്കറെ പലപ്പോഴായി പലതും പറയാറുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. 2023 മാർച്ച് 5 UK കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ രാഹുൽ നടത്തിയ ചില പരാമർശങ്ങളാണ് കോടതിയിലെത്തിയത്. പറയുന്നതെല്ലാം യാഥാർത്ഥ്യമല്ലെന്നറിഞ്ഞിട്ടും സവർക്കറെ കുറിച്ച് ഹീനമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയെന്നും അത് തനിക്കും തന്റെ കുടുംബത്തിനും വലിയ അപമാനവും മാനസികാഘാതവും ഉണ്ടാക്കിയെന്ന് സത്യകി സവർക്കർ പരാതിപ്പെട്ടു. കോടതിയിൽ പോയി അപകീർത്തിപരമായ പ്രസംഗം നടത്തിയത് ഇംഗ്ലണ്ടിലാണെങ്കിലും രാഹുൽ ഗാന്ധി അത് ഇന്ത്യയിലൊട്ടാകെ പ്രചരിപ്പിച്ചതിനാൽ അതിന്റെ പ്രതിഫലനം പൂനെയിലുണ്ടായി, തനിക്കും തന്റെ കുടുംബക്കാർക്കും നാണക്കേടായി എന്ന് പുള്ളി പറഞ്ഞു. നിരവധി ന്യൂസ് റിപ്പോർട്ടുകൾ രാഹുലിന്റെ പ്രസംഗത്തിന്റെ യൂട്യൂബ് ലിങ്കൊക്കെ തെളിവായി കോടതിയിൽ നൽകി. ഒരു മുസ്ലിം വ്യക്തിയെ മർദ്ദിച്ചതായി പറഞ്ഞുകൊണ്ട് സവർക്കർ ഒരു പുസ്തകം എഴുതിയെന്നാണത്രേ രാഹുൽ ലണ്ടനിൽ പോയി പറഞ്ഞതെന്നും സവർക്കർ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ലെന്നും അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ സത്യകി സവർക്കർ പരാതിയിൽ പറഞ്ഞു. സവർക്കറെ മനഃപൂർവ്വം അപമാനിക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ പേര് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഹീനവും വ്യാജവുമായ ആരോപണങ്ങൾ ഉയർത്തിയതെന്നും പറഞ്ഞാണ് സത്യകി കോടതിയിൽ പോയത്. ആ കേസിന്റെ വിചാരണയിലാണ് ഇമാതിരി ചരിത്ര സംഭവങ്ങൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ കേസും കൊടുത്ത് കോടതിയിൽ പോയിട്ട് ഒടുക്കം സ്വന്തം ചരിത്രം വിളിച്ചു പറയേണ്ടി വന്ന സത്യകി സവർക്കറുടെ സെൽഫ് ഗോള് രാഷ്ട്രീയ ലോകത്ത് ഇപ്പൊ വലിയ ചർച്ചയായിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാല്
ഈ BJPയെയും സംഘപരിവാറിനെയും സംബന്ധിച്ചത് വലിയ തലവേദനയായി മാറി. ഇവർ ഇത്ര നാളും കൊണ്ടു നടന്നിരുന്ന തന്ത്രം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നാഥുറാം ഗോഡ്സെയെ അവർ പരസ്യമായി തള്ളിപ്പറയും, അല്ലെങ്കിൽ അയാൾ RSSകാരനല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതേസമയം VD സവർക്കറെ വീർ സവർക്കർ എന്ന് വിളിച്ച് വാനോളം പുകഴ്ത്തി സ്വാതന്ത്ര്യ സമര സേനാനിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രത്യേകതര രാഷ്ട്രീയമാണ് ഇവർ പിന്തുടരുന്നത്. എന്നാൽ ഇപ്പോ എന്താണ് ഈ ഒരു സംഭവത്തോടെ സംഭവിച്ചത്? സവർക്കറുടെ കുടുംബം രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ട് ഒടുവിൽ ഗോഡ്സെയുടെ RSS ബന്ധമാണ് കോടതി രേഖകളിൽ കൂടി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ സഹായിക്കുകയാണ് ഇപ്പൊ സത്യക്ക് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ എന്താ പറയാ, ഇരന്നു വാങ്ങിയ പടി എന്നൊക്കെ പറയുന്നത്. ആ സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇനിയിപ്പോ BJPയുടെ മുന്നിൽ എന്തൊക്കെ വഴികളാണുള്ളത്? സവർക്കറുടെ കൊച്ചുമകൻ തന്നെ കോടതിയിൽ പോയി സത്യം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് BJP ഒന്നുകിൽ ഇനി സവർക്കർ കുടുംബത്തെ തള്ളിപ്പറയണം. ഇറ്റ് ഈസ് ടൈം ടു ഡിസോൺ സവർക്കർ ഫാമിലി എന്നുള്ളത് ട്വിറ്ററിൽ ട്രെൻഡിങ് ആണ്. അത് BJP പറയുമോ? കാരണം സവർക്കർ കുടുംബത്തെ കൂടെ നിർത്തിയാൽ ഗോഡ്സെയുടെ നിഴൽ RSSന് മേലെ എന്നെന്നും ഉണ്ടായിരിക്കും. ഇത് മായ്ച്ചു കളയാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ ഇതിനിടയിൽ ഓർക്കാതെ പോകരുത്. ഇവർ ഗോഡ്സെയെ തള്ളുകയും കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് എല്ലാ കാലത്തും ഇവർക്കുണ്ട്. RSS എന്നും BJP എന്നും ഔദ്യോഗികമായി നാഥുറാം ഗോഡ്സെയെ തള്ളിപ്പറയും, ഗാന്ധി വധത്തിൽ സംഘടനയ്ക്ക് പങ്കില്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഒരു വശത്ത്. മറുവശത്ത് ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ സംഘടനകൾ, ചില പ്രാദേശിക RSS അനുകൂല ഗ്രൂപ്പുകളൊക്കെ ഗോഡ്സെയെ പരസ്യമായി കൊണ്ടാടും, അനുസ്മരണം നടത്തും. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിന്റെ പേരിൽ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. RSSന്റെ ഔദ്യോഗിക നിലപാടാണ് ഗാന്ധിജിയെ വധിക്കുന്നതിന് മുമ്പ് ഗോഡ്സെ RSS വിട്ടുപോയി എന്നത് സംഘടനയുടെ ഒഫീഷ്യൽ അവകാശവാദം. 1948 ഗാന്ധി വധിച്ച ശേഷം RSS നിരോധിക്കപ്പെട്ടു. പിന്നീട് സംഘടനയിലെ പങ്കാളിത്തത്തിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരോധനം നീക്കിയിരുന്നു. കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ എന്താ? ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയും സവർക്കറുടെ കുടുംബാംഗങ്ങളും ഗോഡ്സെ ഒരിക്കലും RSS ബന്ധം ഉപേക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം സജീവ പ്രവർത്തകനായിരുന്നു എന്നും പല സമയങ്ങളിൽ ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കോടതിയിൽ എത്തുന്നതെന്ന് മാത്രം. ഗോഡ്സെ അനുസ്മരണങ്ങൾ, ഈ ശൗര്യ ദിവസ് പോലുള്ള ആചരണം, ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? നവംബർ 15 ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസം, ബലിദാൻ ദിവസം, ജനുവരി 30 ശൗര്യ ദിവസമൊക്കെ ആയി ആചരിക്കാൻ ഹിന്ദു മഹാസഭയും പല സംഘടനകളും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആരാധനാലയങ്ങളിലും അമ്പലങ്ങളിലും നോക്കിയാൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ, ഗുജറാത്തിലൊക്കെ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ, പൂജ നടത്താൻ, ചിത്രങ്ങളിൽ മാലയിട്ട് ഭജന ആലപിക്കാനൊക്കെ ശ്രമം നടന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ നാട്ടിൽ കാരണമായിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പരിപാടികൾ പൊതുസമാധാനത്തിന് ഭംഗമുണ്ടാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് പലയിടത്തും ഇതിന്റെ സംഘാടകരെ പലപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP നേതാക്കളുടെ പ്രസ്താവനകളും വിവാദങ്ങളും ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, അവരുടെ MP അല്ലേ, 2019 BJPയുടെ നേതാവായ ഇവർ ഗോഡ്സെയെ ദേശഭക്തൻ എന്ന് വിശേഷിപ്പിച്ച് രാജ്യവ്യാപകമായ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ തള്ളിക്കളഞ്ഞു, അപലപിച്ചു. ഇത്തരം പരാമർശം നടത്തുന്നവരോട് ക്ഷമിക്കും. ഇങ്ങനെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു ശൈലി. ചരിത്രത്തിന്റെ പുനർവായനയും രാഷ്ട്രീയ ചർച്ചയും ഒക്കെ നോക്കിയാൽ സംഘപരിവാറിന്റെ അടിസ്ഥാനപരമായ ആശയപരമായ അടിത്തറ ഗോഡ്സെയുടെ ചിന്താഗതിയും തമ്മിലുള്ള സാമ്യം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും ഇടത് പാർട്ടികളും എപ്പോഴും RSSനെ പ്രതിക്കൂട്ടിൽ നിർത്താറുണ്ട്. സവർക്കർ, ഗോഡ്സെ, RSS തമ്മിലുള്ള ബന്ധം, ചരിത്രപരമായ ബന്ധങ്ങൾ കോടതികളിലും പൊതുവേദികളിലും ഇന്നും വലിയ രാഷ്ട്രീയ തർക്ക വിഷയം തന്നെയാണ്. BJP കാലാകാലങ്ങളായി രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാനും കേസുകളിൽ കൊടുക്കാനും നടത്തിയ ശ്രമങ്ങൾ, VD സവർക്കറെ വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ അവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് ഇപ്പൊ ഈ പുറത്തു വരുന്ന ഈ വാർത്ത. സവർക്കർ ബ്രിട്ടീഷുകാർക്ക് അയച്ച മാപ്പപേക്ഷകളെ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമെന്ന് ന്യായീകരിച്ച് പുറമേക്ക് നാഥുറാം ഗോഡ്സെയെ തള്ളിപ്പറഞ്ഞ് ഉള്ളിന്റെ ഉള്ളിൽ ഗോഡ്സെയെ വീരനായകനായി കൊണ്ടാടുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഗോഡ്സെയെ ദേശഭക്തൻ എന്ന് വിളിച്ചപ്പോഴല്ലാതെ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ സവർക്കറുടെ കൊച്ചുമകൻ നൽകിയ മാനനഷ്ട കേസിൽ ഗാന്ധിയെ കൊലപ്പെടുത്തുമ്പോൾ ഗോഡ്സെയും സഹോദരൻ ഗോപാൽ ഗോഡ്സെയും RSSന്റെ സജീവ പ്രവർത്തകർ, ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരുന്നു എന്ന് കോടതിയിൽ തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വന്ന ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ചരിത്രം വളച്ചൊടിച്ച് കൈ കഴുകാൻ നോക്കിയ സംഘപരിവാറിന്റെയും BJPയുടെയും കള്ളപ്രചാരണങ്ങളുടെ മുഖം മൂടിയാണ് ഒരൊറ്റ തിരിച്ചടിയിൽ അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇപ്പൊ സംഘികളും BJPയും തുണിയില്ല നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ സവർക്കറെ തള്ളിപ്പറയാൻ തുടങ്ങുകയല്ലേ സംഘികൾ? അല്ലാതെ ഇനിയിപ്പോ നിങ്ങളുടെ മുമ്പിൽ വേറെന്ത് വഴിയല്ലേ? ഗോഡ്സെയെ തള്ളിപ്പറഞ്ഞ് സവർക്കറെ വിശുദ്ധനാക്കാൻ നടന്നവർക്ക് ഇനി എന്ത് ന്യായീകരണമാണ് വേറെ പറയാനുള്ളത്? ഈ ചരിത്രം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ നിർമ്മിച്ചെടുക്കുന്ന കള്ളക്കഥകളല്ല. അതിന് തെളിവുകളുണ്ട്, രേഖകളുണ്ട്. എത്രയൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ട് പുതിയ ചരിത്രം വാട്സാപ്പിലൂടെ പറത്തിയാലും ഏതെങ്കിലും ഒരു കോടതി മുറിയിൽ സത്യം ഒരു നാൾ പുറത്തു വരുമെന്നതിന്റെ ഉത്തമോദാഹരണമാണ് പൂനെ കോടതിയിൽ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടി നടത്തിയ ഒരു നീക്കം
ഒടുവിൽ സംഘപരിവാറിന്റെ പതിറ്റാണ്ടുകളായുള്ള കള്ളപ്രചാരണങ്ങളുടെ മുഖം മൂടി അഴിച്ചു വെക്കുന്നതിൽ കലാശിച്ചു. സെൽഫ് ഗോൾ അടിച്ച് നാണിച്ചു നിൽക്കുന്ന സംഘികളെ കാണാൻ എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ്.